ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്നൊരു പർച്ചേസിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ ലുലു മാളിലാണ് പാലക്കാട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മൾ ഉള്ളിൽ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ പിള്ളേരിനെയൊക്കെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ മാളിനകത്തെത്തി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. കയറുമ്പോ ഉള്ള സംഭവം വലിയ സംഭവമാണ്. എൻ്റെ അമ്മയും അച്ഛനും ആദ്യമായിട്ട് കയറുന്നത്. ഞങ്ങൾക്ക് ചിരിച്ചു മതിയായിട്ട് ആ സംഭവം. എന്താ വെച്ചാൽ കയറാൻ കിട്ടാതെ പേടിച്ചിട്ടാണ് അത് കയറിയത്. ഇനി എൻഡിങ് ഒന്നും ഉണ്ട് കേട്ടാ, അതും കൂടി ഒന്ന് നോക്ക്. അതാണ് വലിയ സംഭവമായിരിക്കും. എല്ലാവരും ജമ്പ് കളിക്കുന്ന പിള്ളേരുകളൊക്കെ. ഇനി അടുത്ത എൻ്റെ അമ്മനെയും കൈ പിടിച്ചിട്ടാണ് കേട്ടോ. അതാ വീഴാൻ പോയായിരുന്നു. എനിക്ക് ചിരിച്ചു മതിയായി. അപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. അപ്പൊ ഇനി സെക്കൻഡ് ടൈം ഒക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഞാന്. അല്ല ചേട്ടാ? അതായത് അമ്മ പേടിച്ചിട്ടതാ എങ്ങനെ അവിടെ എത്തിന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടിരിക്കുകയാണ്. വലിയ സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കാണ് കയറിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ തന്നെയായിരുന്നു, അതുപോലെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം ഞാനിത് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെരുപ്പ് എടുത്തത്. അപ്പോൾ ചേട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടനും സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഓരോരോ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ണിക്കണ്ണ എന്താ എടുക്കേണ്ടത് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കട്ടോ. അതാണ് നമ്മുടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 5 kg ആണ്. ഓഫർ ഉള്ളത് കൊണ്ട് ഞാനത് എടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും പഞ്ചസാര നമുക്ക് ഡെയിലി ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ട് ഞാൻ 5 kg തന്നെ എടുത്തു കേട്ടോ. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകട്ടോ. എന്താ ശോഭ, എന്താ ഇത്? ഇതാണ് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. ഇത് ഓഫർ ഉള്ളത് കൊണ്ട് ഞാൻ 5 kg എടുത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി ചപ്പാത്തി യൂസ് ചെയ്യുന്നത് കൊണ്ട്. അപ്പം ഞാനിത് 5 kg എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനിലാണ് കുട്ടികളുടെ ബാഗ്, വാട്ടർ ബോട്ടിലുള്ള സെക്ഷനാണ് ഇത് എടുത്തിരിക്കുന്നത്. വലിയ ദോശക്കല്ലാണല്ലോ. ഇതിൽ വലിയ ദോശ ഉണ്ടാക്കാം. മസാല ദോശ, നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇതെന്താണ് ചേട്ടാ, മനസ്സിലായോ? ഇത് കുട്ടികളുടെ അല്ലേ? അതെ. ബാക്ക് ടു സ്കൂളിന്റെ ഉള്ള ഓഫറാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ പല പല വെറൈറ്റി ഉള്ള കുട്ടികൾക്കുള്ള. അവർ കാര്യം ചെയ്ത് 3 പേർക്ക് അത് ഒരെണ്ണം മേടിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ 3 പേർക്ക് ഓരോന്നാൾക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ? 2 പേർക്ക് കൊടുത്തു. ഇനി ഒരാളിനും കൂടി ഒരാൾക്കും കൂടി കൊടുത്തു. നല്ല ഓഫറാണ്, നല്ല നല്ല കളക്ഷനാണ് അവിടെ ഉള്ളത്. ഇനി അടുത്തത് എന്താണ്? ரொம்ப സാധനമാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്നൊന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിന്നേ ഉള്ളൂ അല്ലേ അന്ന്? പിള്ളേരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ വായിക്കൂടെ വെള്ളം വരുന്നായിരുന്നു. ഞങ്ങളിങ്ങനെ നോക്കി. പിള്ളേര് ഇതാ നിക്കുന്നുണ്ട്. എന്തെങ്കിലും മേടിച്ചു തരുമോ പറഞ്ഞ് ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. നമുക്ക് പാർസൽ ചെയ്തിട്ട് പുറത്തുനിന്ന് കഴിക്കാനേ പറ്റുള്ളൂ, അകത്ത് പറ്റില്ല. ശോഭ എപ്പോഴേക്കും ബർത്ത്ഡേ ക്യാപ്പ് കണ്ടപ്പോ അതെടുത്ത് തലയിൽ വെച്ചുട്ടാ. ആ വെച്ചത് കണ്ടു അതേപോലെ തന്നെ ബാക്കിൽ ഒരാൾ വെക്കുന്നുണ്ട് കേട്ടാ. എന്ത് ചെയ്താലും ശോഭ എന്ത് ചെയ്താലും അതുപോലെ അവളും ചെയ്യും. അത് മസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യുന്നോ അത് ചെയ്തിരിക്കും അവൾ. അതാണ് അവൾ. പെണ്ണുങ്ങളുടെ ഒരു കാര്യം. ഇവിടെ ഫ്രീ ആയിട്ട് സാമ്പിൾ ജ്യൂസ് കൊടുക്കുന്നത് കണ്ടു കേട്ടാ. അപ്പൊ സാമ്പിൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം നല്ല ടേസ്റ്റ് കണ്ടപ്പോൾ 2 ബോട്ടിൽ ജ്യൂസ് മേടിക്കുകയും ചെയ്തു കേട്ടാ. അപ്പൊ പിള്ളേർ ഇത് വേണം പറഞ്ഞിട്ട് കുറെ നിർബന്ധിച്ചു കേട്ടോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ കാഡ്ബറി ചോക്കോ ബേക്സ് എന്നാണ്. ഇതൊരു കേക്ക് പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ ഒരെണ്ണം വേണം പറഞ്ഞപ്പോൾ അത് മേടിച്ചു കൊടുത്തു കേട്ടോ. ഗൈസ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ പലതരം ഓഫറുകൾ ഇവിടെ ഉണ്ട്. അപ്പം എന്താ എടുക്കുന്നതെന്ന് ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ മേടിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് കേട്ടോ. ഇതാണ് ഗൈസ്, ശോഭ ഒരുപാട് തവണ ഞാൻ എന്നോട് മേടിക്കണം പറഞ്ഞിട്ടുള്ള സാധനം മോപ്പാണ്. ഇതുകൊണ്ട് ഈസി ആയിട്ട് തുടച്ചെടുക്കാനൊക്കെ പറ്റും. അപ്പം നമ്മളത് അങ്ങ് മേടിച്ചു കേട്ടാ. ആദ്യമൊക്കെ പിള്ളേർക്ക് ഇത് തള്ളിക്കൊണ്ട് നടക്കുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അതവിടെ ഇട്ടിട്ട് പോയിട്ടാ. അവസാനം ഞാൻ തന്നെ തള്ളേണ്ടി വന്നു. ഗൈസ്, അപ്പോൾ എനിക്ക് കുറേ നാളായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എയർ ഫ്രയർ മേടിക്കണം എന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇന്ന് സാധിച്ചു. ഗൈസ്, അപ്പോൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ മാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായി പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഒരു നല്ല ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നമ്മൾ മന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കും. അനുക്കുട്ടാ, വിശക്കണ്ട? കഴിക്ക്. അടിപൊളി മന്തിട്ടാ, അടിപൊളി. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? നമ്മളത് എങ്ങനെയുണ്ടാ? സെറ്റ് സൂപ്പർ.
നമുക്ക് ഇങ്ങനെ തിന്നാലോ? ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ 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 ബൈ.